പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ജോൺസന എന്ന സൂപ്പർ താരത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചന നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ജോൺസന എന്ന് പറയുന്ന താരം 2025 ഡിസംബർ മാസത്തിൽ റിട്ടയർ ചെയ്യുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ലേറ്റസ്റ്റായി ജോൺസണയുടെ നമുക്ക് കാണാൻ സാധിച്ച മത്സരം റസൽ പല്ലൂസ എന്ന് പറയുന്ന ഈ സെപ്റ്റംബർ 21 ഞായറാഴ്ച കഴിഞ്ഞ ഇവൻറ്റിൽ സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെതിരെ നടന്ന മത്സരം ജോൺസണയെ വമ്പൻ പരാജയത്തിലേക്കാണ് തള്ളിവിട്ടത്. ജോൺസന എന്ന് പറയുന്ന താരത്തിൽ നിന്ന് കുറച്ചധികം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. അത്തരത്തിലുള്ളൊരു ഹൈപ്പാണ് ആ ഒരു ഫ്യൂഡിന് ആ ഒരു മാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വീക്കിലി എപ്പിസോഡ്സിൽ ബ്രോക്ക് വന്ന് ജോൺസണയെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു, ജോൺസനെ തിരിച്ചടിക്കുന്നില്ല. പക്ഷേ മൈക്കിൽ ബ്രോക്കിനെ വെല്ലുവിളിക്കുന്നുണ്ട് ജോൺസന. പക്ഷേ അത് റിങ്ങിൽ ജോൺസന കാണിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം സീനക്ക് അവിടെ കൊടുത്തില്ല. എന്തായാലും സീന പരാജയപ്പെട്ടു. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനിയുള്ള വീക്കിലി എപ്പിസോഡ്സിലൊന്നും ജോൺസണയുടെ ഒരു അപ്പിയറൻസ് അവർ കൺഫേം ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്രൗൺ ജുവലിൽ ജോൺസന എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പലർക്കും ഉണ്ട്. ജോൺസണയുടെ എതിരാളി ആരായിരിക്കും, ആ റെസ്ലറിനെതിരെ എങ്ങനെയായിരിക്കും ജോൺസന സ്റ്റോറി കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ജോൺസന ട്വിറ്ററിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: AJ സ്റ്റൈൽസ് വേഴ്സസ് സീന തമ്മിലുള്ള മത്സരത്തിന് നിങ്ങളിൽ എത്ര കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ജോൺസന തുറന്നു ചോദിക്കുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് വന്നത്. ആരാധകർ മാത്രമല്ല, ഷാർലറ്റ് പോലെയുള്ള മറ്റ് സൂപ്പർ താരങ്ങളും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ആ ഒരു പോസ്റ്റിന് കൊടുക്കുന്നു. കൂടാതെ ജോൺസന ആ ഒരു പോസ്റ്റിനുള്ള ഒരു തുടർച്ച എന്നോണം മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവെക്കുന്നുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ എൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചു വാങ്ങാറില്ല, പക്ഷേ ഇവിടെ ആരാധകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ട്രിപ്പിൾ എച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈൽസ് വേഴ്സസ് സീന അല്ലെങ്കിൽ AJ വേഴ്സസ് സീന ആ മത്സരത്തിന് ജോൺസണക്ക് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെന്നും ആരാധകർക്ക് വേണ്ടി അവസാനമായി ആ ഒരു മത്സരം കൂടി നടത്തണമെന്നുള്ളതും ജോൺസന മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. ജോൺസണയുടെ നെക്സ്റ്റ് മാച്ച് അതാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, പക്ഷേ സീന അത് മുന്നോട്ടേക്ക് വെച്ച് ട്രിപ്പിൾ എച്ചിനെ മെൻഷൻ ചെയ്യുന്നതോടുകൂടി ക്രൗൺ ജുവലിൽ ഇനി യാതൊരുവിധ വീക്ക്ലി എപ്പിസോഡ്സിലും അതിനു മുൻപ് വരാത്ത സീന ഡയറക്റ്റ് ഇനി AJ സ്റ്റൈൽസിനെതിരെ മത്സരിക്കാൻ വേണ്ടി ക്രൗൺ ജുവലിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കുമോ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം AJ സ്റ്റൈൽസ് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. സീനയ്ക്ക് വേണമെങ്കിൽ ആ ഒരു മത്സരം ചെയ്യാം, ഞാനും ഒരുക്കമാണ് എന്നുള്ളത് AJ സ്റ്റൈൽസ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഓക്കെയാണ് ഒരു മത്സരത്തിന്. ഇനി ഒഫീഷ്യലായിട്ട് ആ ഒരു മത്സരം അനൗൺസ് ചെയ്താൽ മാത്രം മതി. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒരു സൂചന മാത്രമാണ്, കണ്ടു തന്നെ അറിയാം ഇങ്ങനെയാണോ ക്രൗൺ ജുവലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ക്രൗൺ ജുവലിൽ ഈ ഒരു മത്സരം നടന്നില്ലെങ്കിൽ സീന ഇങ്ങനെ ഡയറക്റ്റ് ഒരു മത്സരത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ സീന ഇനി വരാൻ പോകുന്ന മറ്റ് എപ്പിസോഡ്സിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ AJ സ്റ്റൈൽസ് വേഴ്സസ് ജോൺസന തമ്മിലുള്ള ഒരു ലാസ്റ്റ് മത്സരത്തിന് വേണ്ടി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരമായ നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി ആകാംക്ഷയോടു കൂടി കാത്തിരിക്കുന്ന റിട്ടേണുകളിൽ ഒന്നായ റോമൻ റിയൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റിയൻസ് ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അഡ്വർടൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും. ഇനി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നതാണ്. ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ പുറത്തേക്ക് വിട്ട ഒഫീഷ്യൽ ക്രൗൺ ജുവലിൻ്റെ പോസ്റ്ററിൽ റോമൻ റിയൻസിൻ്റെ പിക്ചർ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോമൻ റിയൻസ് മാത്രമല്ല, മറ്റ് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ജോൺസന, കോഡി റോഡ്സ് പോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ ആ ഒരു പോസ്റ്ററിൽ ഉണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു പിക്ക് അത് റോമൻ റിയൻസിൻ്റേതാണ്. റോമൻ റിയൻസ് സർവൈവർ സീരീസിലാണ് അത് ഇപ്പോൾ അഡ്വർടൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇവൻറ്റ്. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ക്രൗൺ ജുവലിൽ റോമൻ റിയൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ റോമൻ റിയൻസിന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. റോമൻ റിയൻസിൻ്റെ മത്സരം ദ വിഷൻ എന്ന് പറയുന്ന ആ ഫാക്ഷനെതിരെയുള്ള സ്റ്റോറീൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് എതിരാളി, എങ്ങനെയാണ് ആ ഒരു മത്സരം വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. റോമൻ റിയൻസിൻ്റെ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കാരണം റോമൻ റിയൻസിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ ആണ് അവർ നടത്താൻ പ്ലാൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ റോമൻ റിയൻസിൻ്റെ ഒരു പിക്ക് അവർ ആ ഒരു പോസ്റ്ററിൽ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ റോമൻ റിയൻസ് അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ വന്ന് റോമൻ റിയൻസിൻ്റെ മാച്ചിനുള്ള ഒരു ബിൽഡപ്പ് നടത്തും എന്നുള്ളത് ഉറപ്പായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ റോമൻ റിയൻസ് ഏത് വീക്ക്ലി എപ്പിസോഡിലാണ് വരാൻ പോകുന്നത്
പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ റോമൻ റീൻസിന് ക്രൗൺ ജുവലിൽ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഓൾറെഡി റോമൻ റീൻസ് ഓസ്ട്രേലിയയിൽ നടക്കുന്ന സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിയുടെ ഷൂട്ടിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ ഒരു അപ്പിയറൻസ് നടത്താൻ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം റോമൻ റീൻസിൻ്റെ ഒപ്പോണൻ്റ് ആരാണെന്നും സ്റ്റോറി എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതും. എന്തായാലും വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.